പിന്നെ പലപ്പോഴും ഇങ്ങനെ കാലിന് നീര് ഹാർട്ടിന്റെ ഒരു കുഴപ്പം കൊണ്ടാവാം എന്ന് കേട്ടിട്ടുണ്ട്. എന്തെല്ലാം ഹാർട്ടിന്റെ കുഴപ്പങ്ങളാണ് കാലിന് നീരുണ്ടാക്കുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ ഏത് സ്ട്രക്ചറിൽ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഇത് കാരണം നീര് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാർട്ട് ഫെയിലിയർ ആയെന്നാണ്. ഡോക്ടർ ആകാശ് തോമസ് ഉമ്മൻ, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും പ്രൊഫസറുമാണ്. കാലിലുണ്ടാകുന്ന നീരിനെ പറ്റിയാണ്. ഒരുപാട് ആൾക്കാർക്ക് കാലിൽ നീരുണ്ട്. ചിലതെല്ലാം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടാവുന്നതാണ്, ചിലതെല്ലാം ഒരു കോംപ്ലിക്കേഷൻ, ഒരു അസുഖവും ഇല്ലാത്ത കണ്ടീഷനാണ്. അതിനെപ്പറ്റി വളരെയധികം വറീഡാണ്. ചിലതെല്ലാം ചില മരുന്നുകൾ കൊണ്ടുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കാലിന് നീരിന്. സാധാരണ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ കാലിന് നീരായിട്ട് വരുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? സാധാരണ നമ്മുടെ അടുത്തോട്ടൊരു പേഷ്യന്റ് വരുന്നതാണ്. നമ്മൾ നോക്കുന്ന ഫസ്റ്റ് എത്ര നാളായി നീര് തുടങ്ങി, രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാലിലും ഉണ്ടോ ഒരു കാലിലും ഉണ്ടോ. അതെന്താ നമ്മളത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലിലുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ കോസ് ആവണമെന്നില്ല, എന്തോ സിസ്റ്റമിക് കോസ് ആണ്, വേറെ ഒരു അതിന്റെ മാനിഫെസ്റ്റോ. ഒരു കാലയിൽ മാത്രമാണെങ്കിൽ നമുക്കത് ഇറ്റ് ഹെൽപ്സ് ആയിട്ട് നമുക്ക് കിഡ്നി ലിവർ ഇങ്ങനത്തെ പേടിക്കേണ്ട അസുഖങ്ങളല്ല, ലോക്കൽ കാരണമാണ്, ചെറിയ പ്രശ്നമാണ് അവിടെ. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ അപ്രോച്ച് മുമ്പോട്ട് എന്താണനുസരിച്ചും, പിന്നെ ആ പേഷ്യന്റ് ഏജ്, ഏത് പ്രായം, ജെൻഡർ, പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ലേഡീസ് ആണെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി അവർക്ക് കാലിൽ നീര് വരാം, പ്രത്യേകിച്ചൊന്നുമില്ല, അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല, അത് കഴിയുന്നത് അതങ്ങ് മാറും. അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ ചുറ്റുവട്ടം ബിഫോർ ആൻഡ് ആഫ്റ്റർ, ആ ചുറ്റുവട്ടം മാത്രം, ആ സമയത്ത് മാത്രം ആ ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നുണ്ട് കാലിൽ നീര് വരാൻ പറ്റും. കിഡ്നി ഫെയിലിയർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിഡ്നി ഫെയിലിയർ അഗെയിൻ സോൾട്ട് റെസ്ട്രിക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ഏത് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇപ്പം അവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്തല്ല, ഇപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് ചിലപ്പം നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചെല്ലാൻ പറ്റിയില്ലെന്ന് വരും. ചെല്ലുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അവർ കൊടുക്കുന്ന ഈവൻ ഒരു പനിക്ക് വേണ്ടി ചെല്ലുവാണെങ്കിലും ഡോക്ടറെ അടുത്ത് പറയണം എനിക്ക് ഈ അസുഖങ്ങളുണ്ട്, എടുത്തു പറയണം. ബിക്കോസ് അതിനനുസരിച്ചുള്ള മരുന്നേ ഡോക്ടർ കൊടുക്കത്തുള്ളൂ. അതിനനുസരിച്ചുള്ള പെയിൻ കില്ലേഴ്സ്, അങ്ങനെയുള്ള ഒരു പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഒൺലി ഡോക്ടറിന്റെ അഡ്വൈസിലുള്ള ആ കിഡ്നിയിൽ ബാധിക്കാത്ത പറ്റുന്ന രീതിയിലുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കാം. കിഡ്നി ഫെയിലിയർ ഉള്ളവർ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ സൂക്ഷിച്ചു കുടിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിനകത്ത് കിഡ്നിയുടെ ഒരു ജോലിയാണ് നമ്മുടെ ആസിഡ് ബേസ്, ഇലക്ട്രോലൈറ്റ്സ്, ഫ്ലൂയിഡ്, ഇതിന്റെ എല്ലാം ബാലൻസ് ചെയ്യുന്നത്. അതായത് ഈ ഫ്രൂട്ട്സിന്റെ റിലേറ്റഡ് വരുന്ന പൊട്ടാഷ്യം ആണ്. അതായത് നമ്മൾ യൂഷ്വലി ഹൈ പൊട്ടാഷ്യം ഡയറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഴമാണ്, ബനാനാസ് ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. 2 ഇളനീര് വെള്ളത്തിനകത്ത് പ്രോട്ടീൻ നല്ലവരുണ്ട്. 3 ഡ്രൈഡ് ഫ്രൂട്ട്സ്, എനി ഡ്രൈ ഫ്രൂട്ട്, അത് ഡേറ്റ്സ് തൊട്ട് എനി ഉണങ്ങിയ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഏതിനകത്തും ഹൈ പ്രോട്ടീൻ, ഐ മീൻ ഹൈ പൊട്ടാഷ്യം. ഫ്രൂട്ട് ജ്യൂസ് ആകട്ടെ, ബനാന ആവട്ടെ, ഡ്രൈ ഫ്രൂട്ട്സ്, അതിലൊക്കെ പൊട്ടാസ്യം കൂടുതലാണ്. പിന്നെ നട്ട്സ് ഇൻക്ലൂഡിങ് നമ്മുടെ സിമ്പിൾ കപ്പലണ്ടി, കശുവണ്ടി, പിസ്ത, ബദാം, ഇതിനകത്തെല്ലാം ഹൈ സോഴ്സ് ഓഫ് പൊട്ടാഷ്യം. അന്നേരം ഓൾറെഡി കിഡ്നി ഡാമേജ് ആകുന്നുണ്ട്. നമ്മൾ ഈ പൊട്ടാഷ്യം റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാഷ്യം ഷൂട്ടപ്പ് ചെയ്യും. പൊട്ടാഷ്യം ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ത്രെറ്റനിങ്, ജീവന് അപകടമുള്ള കാർഡിയാക് അറിത്മിയാസ് ഉണ്ടാവാൻ പറ്റും, മസിൽ വീക്ക്നെസ്സസ് ഉണ്ടാവാൻ പറ്റും, എന്ന് പറഞ്ഞാൽ ജീവന് അപകടം. അതുകൊണ്ടാണ് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ കാലിന് നീര് ഹാർട്ടിന്റെ ഒരു കുഴപ്പം കൊണ്ടാവാം എന്ന് കേട്ടിട്ടുണ്ട്. എന്തെല്ലാം ഹാർട്ടിന്റെ കുഴപ്പങ്ങളാണ് കാലിൽ നീരുണ്ടാക്കുന്നത്? ഹാർട്ടിന്റെ ഏത് സ്ട്രക്ചറിൽ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഇത് കാരണം നീര് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാർട്ട് ഫെയിലിയർ ആയെന്നാണ്. ജസ്റ്റ് ഹാർട്ട് ഡിസീസ് ഉണ്ടായെന്നും പറഞ്ഞ് നീരുണ്ടാകത്തില്ല. ഹാർട്ട് ഫെയിലിയർ വരുന്നവരെ മാത്രമാണ് അവിടെ നീരുണ്ടായിത്ര. അതിന്റെ ഏത് പാർട്ട് വേണമെങ്കിലും ആവാം. അതിപ്പം നമ്മുടെ സാധാരണ ഹാർട്ടിലേക്ക് പോകുന്ന രക്തസഞ്ചാരം, എല്ലാവർക്കും അറിയാവുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്, അത് കാരണം ഹാർട്ടിന്റെ പമ്പിംഗ് ബാധിച്ചാൽ വരാൻ പറ്റും. ഹാർട്ടിന്റെ മസിൽസിൽ കാർഡിയോമയോപ്പത്തി എന്ന് പറഞ്ഞ അസുഖങ്ങൾ വന്നാൽ, ഹാർട്ടിന്റെ വാൽവ്, എല്ലാവർക്കും അറിയുന്ന റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെ പ്രായം അയോട്ടിക് സ്റ്റെനോസിസ്, ഹാർട്ടിന്റെ ചുറ്റുമുള്ള പെരിക്കാർഡിയം. സോ ഹാർട്ടിന്റെ ഏത് പാർട്ടിൽ ബാധിച്ചാലും ഹാർട്ട് ഫെയിലർ ഉണ്ടെങ്കിൽ പേഷ്യന്റ് നീര് വരാൻ പറ്റും. പക്ഷെ യൂഷ്വലി ആ നീരിന്റെ കൂടെ അവർക്ക് ശ്വാസമുട്ടലുണ്ടാവും. രാത്രി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസമുട്ടൽ ഞെട്ടി കൊണ്ടിരുന്നു. ഇച്ചിരി നടക്കുന്നതാണ് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി നേരത്തെ വെച്ച് അവർ നടക്കുന്ന ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പഴയതിന്റെ അത്രയും പോലും പറ്റുന്നില്ല. കിതപ്പ്, ക്ഷീണം, കാലിന്റെ നീര്, പിന്നെ ക്ഷീണം കൂടുന്നു, അങ്ങ് തളർച്ച വരുന്നു. പിന്നെ ചിലവർക്ക് ഹാർട്ടിന്റെ ബാക്കിയുള്ള സിംറ്റംസ് ലൈക്ക് നെഞ്ചുവേദന, നെഞ്ചടിപ്പ്, ഇതോടൊക്കെ വരുന്നതാണ്. ഇറ്റ് ഇസ് ഓൾ ക്ലൂസ് ദാറ്റ് ഇത് ഹാർട്ടിന്റെ റിലേറ്റഡ് ആണ്. ഈ മേഖലയുടെ ഡ്രഗ് അബ്യൂസ് ആണ്. അതായത് പലപ്പോഴും ഈ കാലിൽ നീര് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞാലും ഈ ഫാർമസിയിലൊക്കെ പോയിട്ട് നമ്മൾ നീര് പോകാനുള്ള മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ എങ്ങനെയാണ് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഈ മരുന്നിന് ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, ആവശ്യമില്ലാതെ കഴിച്ചാൽ
കുഴപ്പമുണ്ടാവുന്നുള്ളത്? നമ്മൾ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഏത് ഡോക്ടർ കൊടുക്കുന്നതിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഹിസ്റ്ററി എടുത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ എടുത്ത് എന്താ കാരണം നോക്കി എന്നിട്ടേ ഉള്ളൂ അങ്ങനത്തെ മരുന്നിലോട്ട് പോകുന്നുള്ളൂ. ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുന്നതാണെങ്കിൽ പൾസ് നോക്കണം, BP നോക്കണം. ഇവരുടെ ചിലവർക്ക് എസ്പെഷ്യലി പ്രായമുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇരുന്നിട്ട് എണ്ണിക്കുന്നതിനൊക്കെ പെട്ടെന്ന് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, ഇതൊക്കെ അസസ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഭയങ്കര റിസ്ക് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് BP ഫോളോ, പേഷ്യന്റ് തന്നെത്താനെ എടുത്ത ഡോസ് കൂട്ടിയോ അല്ലെ തന്നെത്താനെ ഡോക്ടർ ഈഷ് പറഞ്ഞ പോലെ പോയി ഓവർ ദ കൗണ്ടർ മേടിച്ച് മരുന്ന് കഴിക്കുന്ന അല്ല ആരുടെയെങ്കിലും ഒരു എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ BP പെട്ടെന്ന് കുറഞ്ഞ തലകറക്കം ഉണ്ടാകാൻ പറ്റും. അല്ലെങ്കിൽ ഇരുന്നിട്ട് എണ്ണിക്കാൻ പെട്ടെന്ന് തലകറിയും അവർക്ക് ഈവൻ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ പറ്റുന്നില്ല, താഴോട്ട് വീണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാൻ പറ്റും. ഈ മരുന്നുകൾ കഴിക്കുന്നതോടെ സോഡിയം പൊട്ടാഷ്യം ബാലൻസ് തെറ്റും. സോ ഒരു ഡോക്ടർ കൊടുക്കുന്നതോടെ അതിന്റെ ഡോസ് നോക്കി പേഷ്യന്റ് എന്താ അസുഖം നോക്കി എപ്പം ഇത് ചെക്കപ്പ് ചെയ്യണം, റെഗുലർ മോണിറ്ററിങ് ചെയ്യണം. ഇത് അറിയാതെ ചെയ്യുന്നതോടെ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോ പോയാൽ ഈവൻ അപസ്മാരം, ബോധാവസ്ഥ, അൺകോൺഷ്യസ് കോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊട്ടാഷ്യം ഒക്കെ പോയി കഴിഞ്ഞാൽ ഹാർട്ടിന് എന്ന് പറഞ്ഞാൽ ഒരു കാർഡിയാക് ഈവന്റ് ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. സോ ഒരിക്കലും പേഷ്യന്റ് തന്നെത്താനെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.